പാർട്ടി ബന്ധം അവസാനിപ്പിച്ചതിനു പിന്നാലെ PV അൻവറിനെതിരെ തെരുവിലിറങ്ങി പാർട്ടി പ്രവർത്തകർ. നിലമ്പൂരിലെ പ്രതിഷേധ പ്രകടനത്തിൽ ഭീഷണി മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അൻവറിനെതിരെ പലയിടത്തും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഒരു ഭാഗത്ത് ഇനി പാർട്ടിയുടെ അംഗമല്ല അൻവർ എന്ന് CPM വ്യക്തമാക്കി കഴിഞ്ഞു. അതിനു മുൻപ് തന്നെ പുതിയ പാർട്ടിയെക്കുറിച്ചും ആലോചനകളെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിലമ്പൂരിലെ MLA ആക്കി ജയിപ്പിച്ച ജനങ്ങൾ തന്നെ, ഒരിക്കൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച ജനങ്ങൾ തന്നെ ഇന്ന് ഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. ഇന്ന് മലപ്പുറത്തെ രാഷ്ട്രീയം തന്നെ തിളച്ചു മറിയുകയാണ്. അരുൺ, ആര്യ, ഒരു വശത്ത് പാർട്ടിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പിന്തുണ തേടി ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് അൻവർ പറഞ്ഞു വെക്കുന്നു. മറുഭാഗത്ത് പ്രത്യാക്രമണവുമായി CPM-ഉം രംഗത്തിറങ്ങുന്നു. അൻവറിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ എല്ലാ ഏരിയ കമ്മിറ്റിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു CPM-ന്റെ മറുപടി. നിലമ്പൂരിൽ കുറച്ച് കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും നാളും പ്രവർത്തകരുടെ മുദ്രാവാക്യ വിളികൾ അൻവർ വേദിയിലേക്ക് വരുമ്പോഴുള്ള കയ്യടികളൊക്കെ കണ്ടതാണ്. അതേ പാർട്ടി പ്രവർത്തകർ തന്നെ നിലമ്പൂരിൽ അൻവറിന് നേരെ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കൈയും കാലും വെട്ടിക്കളയുമെന്ന തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ നിലമ്പൂരിൽ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ തരത്തിൽ തന്നെ പാർട്ടി തള്ളിപ്പറയുമ്പോൾ, മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും തള്ളിപ്പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർ അതിനെ ഏറ്റെടുത്ത് ആഞ്ഞടിക്കാൻ തന്നെ തുനിഞ്ഞിരിക്കുന്നു. പക്ഷേ മറുഭാഗത്ത് അവിടെയും കമ്പോസ്റ്റായ ഒരു അൻവറിനെ കാണുന്നുണ്ട്. അൻവർ പറയുന്നത്, ഞാൻ മൈക്കെടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങും, വരുന്നവർക്കെല്ലാം വരാം, 16 മണ്ഡലങ്ങളിലും പ്രസംഗിക്കുമെന്ന് അൻവറും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പുതിയ പോർമുഖത്തിന് തന്നെ തുടക്കമാവുകയാണ്. ഒരു ഭാഗത്ത് പാർട്ടി കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം, മറുഭാഗത്ത് അൻവർ തീപ്പന്തമായി ആളിക്കത്തുമെന്ന് പറഞ്ഞും വെക്കുന്നു. അത്തരത്തിൽ ഒരു വാക്പോര് തുടരുന്നു, അല്ലെങ്കിൽ അടിക്ക് തിരിച്ചടി എന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള പോര് തുടക്കമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്താകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആര്യ.